ഏനാമാവ് നെഹ്റു പാർക്കിന് സമീപം ബണ്ട് പൊളിച്ചു മാറ്റുന്ന മണ്ണുകൾ നിക്ഷേപിക്കുന്നത് പാർക്കിലെത്തുന്ന വിനോദസഞ്ചാരികളെയും വാഹനയാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നുവെന്ന് പരാതിയെ തുടർന്ന് പ്രശ്നത്തിൽ പഞ്ചായത്ത് ഇടപെട്ടു. കഴിഞ്ഞ ദിവസം മുതലാണ് ഏനാമാവ് റെഗുലേറ്ററിന്റെ സമീപത്തുള്ള ബണ്ട് പൊളിച്ച മണ്ണ് പാർക്കിന്റെ സമീപത്തായി നിക്ഷേപിക്കാൻ തുടങ്ങിയത്. എന്നാൽ മഴ പെയ്തതോടെ പാർക്കിന്റെ മുന്നിൽ ചെളിവെള്ളം കെട്ടിനിൽക്കുകയും ഇത് സഞ്ചാരികളെ ദുരിതത്തിലാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വെങ്കിടങ്ങ് ഭരണസമിതി അംഗങ്ങൾ സ്ഥലത്തെത്തി കരാറുകാരുമായി സംസാരിക്കുകയും സുരക്ഷിതമായി പ്രവൃത്തി തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് റോഡിലെ ചെളി നീക്കാനും അപകടം ഒഴിവാക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, വാർഡംഗം എച്ച് ഫൈസൽ, പഞ്ചായത്ത് സെക്രട്ടറി ഷീബ എന്നിവർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അപകടകരമായ വളവിൽ ചെളി റോഡിൽ കെട്ടിനിൽക്കുന്നത് ഇരുചക്ര വാഹനങ്ങളടക്കം വൻ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ വ്യക്തമാക്കി. ബണ്ട് പൊട്ടിക്കുന്ന ഭാഗത്തേക്ക് വലിയ വാഹനങ്ങൾ ഇറങ്ങാൻ സാധിക്കാത്തതുമൂലം മണ്ണ് നീക്കുന്നതിന് ട്രാക്ടർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് റോഡിൽ ചെളി വീഴാൻ കാരണമെന്നാണ് കരാറുകാരുടെ വിശദീകരണം. മഴ നിന്നതോടെ പൊടിശല്യവും രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നമ്മുടെ വളയംകെട്ട് പൊട്ടിച്ചതിന് മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇതുപോലെയുള്ളൊരു പ്രശ്നം ഉണ്ടായില്ല. ഈ പ്രാവശ്യം വളരെ മറ്റുള്ളവർക്ക് യാത്ര ചെയ്യാൻ കൂടി പറ്റാത്ത സ്ഥിതിയിൽ വളയംകെട്ട് പൊട്ടിച്ച മണ്ണ് വണ്ടിയിലടിക്കുമ്പോൾ കുറേ മണ്ണുകൾ വഴിയിൽ വീണ് നമ്മുടെ റോട്ടിൽ വീണിട്ട് ബൈക്കുകളും യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചെളി നിറഞ്ഞ് വളരെ പ്രയാസമുള്ളതിൻ്റെ കാര്യം നമ്മൾ കണ്ടതിൻ്റെ പേരിൽ ഇവിടെ വന്നു. ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തു. ഉടൻ തന്നെ ചെളി നീക്കി ഇനി അടുത്ത പ്രവർത്തനം തുടങ്ങുകയുള്ളെന്ന് അവർ വാക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനം തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കാനുണ്ടായത്.